ഹലോ, അസ്സാം വലൈക്കും. സുഖല്ലേ മക്കളെ? ഹോസ്പിറ്റലിൽ പോവുകയാണ്. 4 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി, മാറും വെച്ചിട്ട്. ഉരവേദന ശരിയായിട്ടില്ല കേട്ടോ. മനുഷ്യന് കുമ്പിടാനും ഒന്നിനും കഴിഞ്ഞ ശ്വാസം വരെ മേപ്പെട്ട് വലിച്ചാൻ കഴിയണില്ല. പോത്തിന് കുളത്തലും വേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവുക കേട്ടോ. ബാക്കി വിവരങ്ങളൊക്കെ പോയി വന്നിട്ട് പറയട്ടോ. കൂട്ടിലങ്ങാടി ഷിഹാർ ഗുരുക്കളെ ഹോസ്പിറ്റലാട്ടോ ഈ കാണിക്കണത്. അവിടെ നല്ല തിരക്കുണ്ടായിന്. അപ്പോൾ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ രാത്രിയായിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഒഴിച്ചിൽ എല്ലാ ഇതുമുണ്ട്. ഈ ബോർഡ് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ബാക്കി ഡോക്ടറെ കാണിച്ച് പോയി വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാം. അവിടുത്തെ ഡോക്ടർക്ക് നല്ല കൈഫലാണ്. അതാണ് അവിടെ അത്രയും ജനങ്ങൾ. മരുന്നുമ്മ മാത്രമല്ല, ഒരു കൈഫലും കൂടി ഉള്ള കഴിവുണ്ട് അയാൾക്ക്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നോ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, വയ്യ, റെസ്റ്റാണ്, ഊരവേദന ആയിട്ടേ. അപ്പോൾ കൂട്ടിലങ്ങാടി കേട്ടോ ഞങ്ങൾ പോയത്. കൂട്ടിലങ്ങാടി പോയി, ഇതാ മരുന്നൊക്കെ ഇതാ, തൈലമുണ്ട് തേക്കാൻ. 2-3 പ്രാവശ്യം തേക്കാണ്ട് ഈ തൈലം. ഊരമ്മലും പുറത്തും മൊത്തത്തിൽ എവിടെ വേദന അറിയില്ല, മൊത്തത്തിലുണ്ട്. പിന്നെ ഇതാ 2-3 വിധം ഗുളിക ഉണ്ട്. ഇതൊക്കെ നീര് പോകാനുള്ള മരുന്നാണ്. ഇതാ വെറുതെ ആയുർവേദമാണ് കേട്ടോ. ഇതാ ഈ 3 വിധം ഗുളികയുണ്ട്, തൈലുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കുടിച്ചു, ഇന്ന് രാവിലെ കുടിച്ചു. ചെറിയൊരു മാറ്റമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ശരിക്കും നമുക്കിങ്ങനെ അങ്ങോട്ട് കുഞ്ഞിരിക്കാനൊന്നും കഴിയണില്ല. പുറമൊക്കെ ഭയങ്കര വേദന, കടച്ചിൽ എന്താ അറിയില്ല അത്രക്കും. ഞാൻ 4 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു കുറയല്ലോ എന്ന് വിചാരിച്ച്. പഴയ തൈലുണ്ടേനു ഇവിടെ, അതൊക്കെ തേച്ചിക്കാണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനുള്ളത് കൊടുത്തെങ്കിലേ ഉള്ളോ സുഖമാവുള്ളൂ. പക്ഷെ ഇന്നലെ പോയിട്ട് 2 നേരം കുടിച്ചാൽ തന്നെ കുറയുന്നുണ്ട്. അയാൾ നല്ലൊരു ഡോക്ടറാണ്. അത് ഷിഹാർ കുരുക്കൾ എന്ന ഡോക്ടറെ പേരിട്ടോ. അങ്ങനത്തെ അസുഖം എന്തെങ്കിലും വീണ് ഒടിച്ചിലും മുടിച്ചിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലൊക്കെ അവിടെ പോയാൽ പെട്ടെന്ന് സുഖമാവും. കുറേ കഷായം ഇതൊന്നും എഴുതൂല, കുറഞ്ഞ മരുന്നേ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ ഫീസും ഉള്ളൂ. നല്ല മാറ്റമാണ് അവിടെ പോയാൽ. അപ്പോൾ ഇന്നലെ അവിടെ പോയി വന്നു. പിന്നെന്താ, മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ പിന്നെ പരിശോധിക്കണതും. പിന്നെ അവിടെ ചെന്നാൽ എന്താ പറയുക, അവിടെ ചെന്നാൽ ഡോക്ടർ ഞരമ്പ് നമ്മളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഞരമ്പ് നോക്കലാണ്. ഞരമ്പ് നോക്കിയാൽ തന്നെ രോഗം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതിന് എല്ലാവരും ചിലവർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ. അവിടെ ഷിഹാർ കുരുക്കൾ പറഞ്ഞാൽ മനസ്സിലാവും, കൂട്ടിലങ്ങാടിയാണ്. അങ്ങനെ നോക്കിയാൽ ഏത് ഭാഗത്താണ് നമ്മൾ പറയാതെ തന്നെ അതിന് മനസ്സിലാവും. അപ്പോൾ എന്താ, കയ്യിനാണെങ്കിൽ കയ്യിൻ്റെ ഇവിടെ പിടിച്ചിട്ടൊന്ന് വലിച്ചുകാണ്ട് കുഴഞ്ഞാൽ നമുക്കൊരു 2 ദിവസം മരുന്ന് കുടിച്ചാൽ തന്നെ അസുഖം മാറും. കാലിന് ഒരക്കൊക്കെ ആണെങ്കിൽ നമ്മളെ കെടുത്തും. നമ്മളെ കെടുത്തും. അവിടെ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പെണ്ണുങ്ങളാണ്, ആണുങ്ങൾക്ക് ചെയ്യാൻ ആണുങ്ങളുമാണ്. അതിൻ്റെ ബോർഡൊക്കെ ഞാൻ ഇതിൽ എടുത്തങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കെടുത്തും. അവിടെ വെറും നിലത്ത് തന്നെ കെടുത്തിയിട്ട് നമ്മളെ കാലിനാണെങ്കിൽ കാല് പിടിച്ചിട്ട് ഒന്ന് കുടയും. ഊരൊക്കെ ആണെങ്കിൽ അത് ഒന്നിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ അതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഞരമ്പ് നോക്കിയിട്ടോ എല്ല് നോക്കിയിട്ടോ ഒന്നും കൊണ്ട് ഒഴിഞ്ഞെടുത്താൽ ആ ഒഴിയണ വേദന നമുക്ക് 2 ദിവസം ഉണ്ടാവും. പിന്നെ ഒറ്റ സുഖമാവും. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ അവിടെ പോയിക്കണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ പണിക്കൂണെന്നൊക്കെ എനിക്ക് കയ്യിനും ഇതിനൊക്കെ വേദന ആയാലൊക്കെ പെട്ടെന്ന് അവിടെ പോയാൽ സുഖമാവുന്നുണ്ട്. ഇപ്പോൾ പോയാലും തിരക്കാണ് ഈ കാര്യം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കുറേ വൈകിക്കണം പോകാൻ. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ രാത്രി ആയത്. ഇന്നലെ ഹോം ടൂറാണല്ലോ ചെയ്തത്. അപ്പോൾ രാത്രിയായി. അവിടെ പോയി വന്നതിൻ്റെ ശേഷമാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ നെറ്റും ഇതൊക്കെ കുറേ നേരം വേണ്ടേ. അപ്പോൾ പോകുമ്പോൾ കുറേയൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ വന്നിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡൗൺലോഡായി കിട്ടണ്ടേ, അതാട്ടോ വൈകിയത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ. ആ ചകിരി കൊടുന്നീല്ലേ അന്ന്, വെള്ളം കുടിച്ചുകാണ്ട് കൊണ്ട് ചേർത്ത് മുട്ടിയ ചകിരിയേനു. അപ്പോൾ അതുണ്ട് പറഞ്ഞപ്പോൾ കേട്ട പാടന്നെ വല്ല ആർത്തിയോട് കൂടി മണ്ടിയതാണ്. അതപ്പോൾ പ്രശ്നം ഉണ്ടായത്. വാണ്ടി ചെയ്യുന്നു, വെയിലൊക്കെ അരച്ചിട്ട് അകത്ത് കൊടുന്നാൽ മതിയേനു. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചതേനു. അപ്പോൾ കിട്ടിയപ്പോൾ നന്നായിട്ടാണ് കുറച്ച് കൊടുന്നു. നിങ്ങൾ കണ്ടില്ല, ഷോർട്ട് വീഡിയോയിൽ കണ്ടില്ല ചേരി ഏറ്റി കൊണ്ടുവരുന്നത്.
പിന്നെ ഒരു വണ്ടി വിളിച്ച് വണ്ടിയിലൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തൈര് ലാഭത്തില്ലല്ലോ, അത് വിചാരിച്ചിട്ട് പിന്നെ അടുത്ത് തന്നെ അല്ലേ, വണ്ടിക്കാർക്ക് കായ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതപ്പം ഉണ്ടായത്. ഒരു ലാഭം നോക്കിയപ്പോൾ നമുക്ക് നഷ്ടം. അങ്ങനെ തന്നെ അല്ലേ, എല്ലാം വേണ്ട നമ്മൾ സഹിക്കല്ലേ. പിന്നെ ഹോം ടൂർ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. പിന്നെ എനിക്കത് വലിയൊരു കൊട്ടാരം കേട്ടോ, വലിയ കൊട്ടാരം. അങ്ങനത്തെ ഒരു വീട് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ 2 റൂം. പിന്നെ ഉമ്മ എവിടെയാന്ന് ചോദിച്ചു. അതിൽ ഉമ്മ അവിടെ ഇല്ലല്ലോ, ഉമ്മ തറവാട്ടിലാണ് നിൽക്കൽ. ഉമ്മ ഇപ്പം എവിടെ നിൽക്കൽ. ഉമ്മ എൻ്റെ കുടിയിരിക്കൽ കഴിഞ്ഞാണ്ട് ഒരു മാസത്തോളമൊക്കെ ഇവിടെ നിന്ന്. പിന്നെ ഉമ്മാക്കാണ്ട് സുഖമില്ലാതായി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വല്ലാതെ വന്നിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ വന്ന് പോവലാട്ടോ. അതും വരണമെങ്കിൽ മോൻ പോയി കൊണ്ടുവരണം, അല്ലാതെ ഒറ്റയ്ക്ക് വരാനൊന്നും പോലെ കൊണ്ട് കഴിയൂല. അപ്പോൾ അവിടെയാണ്, തറവാട്ടിലാണ്. അപ്പോൾ വീടൊക്കെ ഞങ്ങൾ കണ്ടു. കൊട്ടാരം വീട് തന്നെയാണ്. അൽഹംദുലില്ലാ വളരെ സന്തോഷം. വീടില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഒരു വീടുണ്ടാവട്ടെ. ഞാനും 17 കൊല്ലം വാടക വീട്ടിൽ കുറേ നിന്നതാണ്. ഒരു കമൻറ്റിൽ കണ്ടു 6 വർഷമായിട്ട് എനിക്ക് വീടില്ല എന്നുള്ളത്. ഞാൻ പിന്നെ 17 വർഷമായിട്ട് ഞാൻ പൂച്ചാളങ്ങനെ കരർത്തോലോ, പൂച്ചക്കുട്ടികളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലോ, അതുപോലെ മാറ്റി ഇടങ്ങാറായ ആളാണ് ഞാൻ. അവസാനം സൈ വിട്ട് കരച്ചിൽ, കണ്ണിൽ കണ്ണീരില്ലാതായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു വീടായി വന്നത്. 17 കൊല്ലമൊക്കെ അള്ളാഹിനോട് ഇങ്ങോട്ട് ഇടങ്ങാറായി പറയുമ്പോൾ അള്ളാഹ് സ്വീകരിക്കാതെ കൂലല്ലോ. ഇനി ഒരുപാട് ആൾ കളിയാക്കിയിരിക്കണു, ഇഞ്ചത്തെ പൂച്ചാളെ കരർത്തനായിരീന്ന് പറയും. പൂച്ചാള ഒരു കോട്ടേഴ്സിൽ നിന്ന് നമുക്ക് ആർക്കും ഇറങ്ങിപ്പോകാൻ പോകില്ല, വാടക കൊടുക്കാൻ കുറച്ച് വൈകേ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു പൈക്കോളി അറിയുമ്പോൾ അങ്ങനെ പോകും. അങ്ങനെ മാറേണ്ടതാണ് നമ്മളല്ല. അപ്പോൾ നമുക്ക് നിന്നോടത്ത് ഇങ്ങനെ നമ്മളെ സാധനങ്ങൾ കെട്ടി വലിച്ച് കൊണ്ടുപോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആ പറഞ്ഞവർക്ക് എളുപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടേക്കണം. അങ്ങനെയാണ് ഞാൻ ഒരുപാട് ഒരുവിധം കോട്ടേഴ്സിലൊക്കെ നിന്നേക്കണം. എൻ്റെ മോളൊക്കെ എത്ര സ്കൂളിലാണ് പഠിച്ചേക്കണ്ട്, ഒരുപാട് സ്കൂളിൽ വെട്ടിച്ചേർത്ത് പഠിച്ചേക്കണം. ഒരു ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് മാറി. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ സന്തോഷത്തിലാണ്. എല്ലാ സന്തോഷം കൂടി അള്ളാഹ് നമുക്ക് തരൂലല്ലോ. അപ്പോൾ വീടായി, അപ്പോൾ രോഗമായി, അപ്പോൾ എല്ലാ സന്തോഷം കൂടി തരൂല. എന്നാലും എല്ലാ കാര്യവും എല്ലാവരും റാഹത്താക്കി തരട്ടെ. മിഞ്ഞാന്നും തന്നെ എനിക്ക് സുഖമില്ലേനു കേട്ടോ. സുഖമില്ലാതെ നീച്ചാനൊന്നും കയ്യായിട്ടാണ് ഇപ്പം ഞാൻ പിന്നെ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഇന്നലെ ഹോം ടൂറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നടക്കണ ഞങ്ങൾ കണ്ടില്ലേ. നിവൃത്തിയില്ലാതായപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്, കുഞ്ഞുകൊണ്ടാണ് പോണത്. അങ്ങനെ ഇന്നലെ വീഡിയോ എടുത്തത്. മിഞ്ഞാന്ന് അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. നമ്മൾ പിന്നെ ലൈവ് ഇട്ടീനു, അതിൻ്റെ തലേ ദിവസം ലൈവ് ഇട്ടീനു. ഒരുപാട് ആൾക്കാർ വന്ന് സഹകരിച്ചു. അൽഹംദുലില്ലാ സന്തോഷമുണ്ട് അതിൽ. മറ്റേ ഞാൻ ലൈവ് ഇടുമ്പോൾ അല്ലാതെ ആരും ഉണ്ടാവലില്ലേനു, ആരും ഇങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ അടുത്ത ആഴ്ചയും ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം. സമയമൊക്കെ അറിയിക്കണ്ട്, പോസ്റ്റ് ഇടണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന മാതിരി തന്നെ കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.